ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്, അതായത് എൻ്റെ സബ്സ്ക്രൈബർ കുട്ടി ഒരു സംശയം ചോദിച്ചിരുന്നു. എന്തുവാ യൂട്യൂബ് ഈ ഗ്രീറ്റിംഗ്സിനെ പറ്റി ഡീറ്റെയിൽ ക്ലാസ് ഇടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ക്ലാസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഒത്തിരി വീഡിയോസ് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഗ്രീറ്റിംഗ്സിൻ്റെ. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക്, ആ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്കഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണ് ഗ്രീറ്റിംഗ്സ്. ഗ്രീറ്റിംഗ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഗ്രീറ്റിംഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഫോർമലായിട്ട് വിഷ് ചെയ്യുന്നതാണ്. ഇപ്പൊ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോർമലായിട്ട് വിഷ് ചെയ്യുന്നതാണ് നമ്മൾ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ നമുക്കതൊരു പൊലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. സംതിങ് ഫ്രണ്ട്ലിയോ അല്ലെങ്കിൽ ഒരു പൊലൈറ്റ് ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ വിഷ് ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്, ആ ദിവസം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ അയാളെ ഈ ഗ്രീറ്റ് വെച്ചിട്ടാണ് നമ്മൾ അയാളെ വെൽക്കം ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗ്രീറ്റിംഗ്സ് നോക്കാം. അതിന്റെ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ്, അതിന്റെ യൂസ് ആയിട്ടുള്ള ഇത് ഗ്രീറ്റിംഗ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പറയുവാണെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി, ഈ 4 ഗ്രീറ്റിംഗ്സ് ആണ് ഉള്ളത്. അതായത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഈ 4 വിഷസ് ആണ് നമുക്ക് ഉള്ളത് ഗ്രീറ്റിംഗ്സിൽ. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഗുഡ് മോർണിംഗ് എന്ന് വെച്ചാൽ യൂഷ്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രാവിലെ 6 മണി തൊട്ട് 11:59 വരെയാണ് ഗുഡ് മോർണിംഗിന്റെ ഇത് വരുന്നത്. യൂഷ്വലി നമ്മൾ രാവിലെ എണീക്കുന്ന ഒരു സമയത്ത്, ഇപ്പൊ നമ്മൾ നേരത്തെ എണീച്ചാൽ നമ്മൾ ഗുഡ് മോർണിംഗ് തന്നെയാ പറയാ. പക്ഷെ നമ്മൾ മിക്കപ്പോഴും സൂര്യൻ ഉദിച്ചു വരുന്നത് രാവിലെ 6 മണിക്കാണ്. ആ സമയം തൊട്ട് ഉച്ച 12 മണിയാണ്. 11:59 വരെയാണ് നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് ഒരാളോട് നമ്മൾ വിഷ് ചെയ്യുക. ഒരാളെ ആ സമയത്തിനുള്ളിൽ നമ്മൾ കാണുമ്പോഴോ ഒക്കെയാണ് നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് വിഷ് ചെയ്യുക. ഓക്കെ, അതുപോലെ പിന്നെ വന്നിട്ട് അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അത്രേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? 12 മണിക്ക് ശേഷം. 12 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരാളെ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന രീതിയിൽ വിഷ് ചെയ്യും. അത് എപ്പോ വരെയാന്ന് വെച്ചാൽ വൈകിട്ട് 5 മണി വരെ. സാധാരണ എന്തുകൊണ്ട് 5 മണി വരെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ സമയമല്ല, അത് നമുക്ക് കുറച്ച് നല്ലപോലെ ഈ ചൂട് ഫീൽ ചെയ്യും. നമുക്ക് ഭയങ്കരമായിട്ട് ചൂട്. ഇപ്പൊ നമ്മൾ പുറത്ത് ഒരു 4 മണി, 4:10, 4:30 ആകുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് ചൂട് കുറയത്തില്ല, നമുക്ക് നല്ലപോലെ ചൂട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ അത് ആഫ്റ്റർനൂൺ എന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് നല്ല പൊള്ളുന്ന പോലത്തെയൊക്കെ ചൂടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 5 മണി വരെ ആയിട്ട് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത്. ഓക്കെ, പിന്നെ ഗുഡ് ഈവനിങ്, അത് 6 PM ഓൺവേഴ്സ് ആണ് ഗുഡ് ഈവനിങ് പറയുന്നത്. ഓക്കെ, നമ്മുടെ 6 PM, അതായത് 6 മണി വരെയാണ് നമ്മൾ ഗുഡ് ഈവനിങ് പറയുന്നത്. കൂടുതലായിട്ട് 6 മണിക്ക് തൊട്ടാണ് നമ്മൾ ഗുഡ് ഈവനിങ് പറയുന്നത്. എപ്പോ വരെ പറയുന്ന വെച്ചാൽ നമ്മൾ രാത്രി 10 മണി വരെ ആക്ച്വലി അതിന്റെ ടൈം. ഓക്കെ, ഇപ്പൊ 10 മണിക്ക് ആരെങ്കിലും വിളിച്ചാൽ മാത്രം നമ്മൾ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടാണ് ഗുഡ് നൈറ്റ് പറയാ. അല്ലാതെ ഒരാൾ 10 മണി കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മൾ ഗുഡ് നൈറ്റ് പറയാറില്ല. ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗുഡ് നൈറ്റിലേക്ക് വരികയാണ്. ഓക്കെ, 10 മണി വരെയുള്ള സമയമാണ്. കാരണം ഓരോരുത്തർ കിടക്കുമ്പോഴത്തേക്കും 10 മണിയാവും. ഇപ്പൊ അവർ നേരത്തെ കിടക്കുവാണെങ്കിൽ, സപ്പോസ് 8 മണിക്കൊക്കെ പോവാണെങ്കിൽ നമ്മൾ ഗുഡ് നൈറ്റേ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മൾ ഗുഡ് ഈവനിങ് ആണ് നമ്മൾ പറയാ. പിന്നെ വന്നിട്ട് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് നമ്മൾ ബെഡിലേക്ക് പോകുന്ന നേരമാണ് ഗുഡ് നൈറ്റ് പറയും. ഇപ്പൊ അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണി തൊട്ടാണ്. ബിക്കോസ് 7 മണിക്കൊന്നും സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് ആരും 7 മണിക്ക് കിടക്കാനായിട്ടോ അങ്ങനെയൊന്നും പോകത്തില്ല. സപ്പോസ് പോവാണെങ്കിലാണ് ഗുഡ് നൈറ്റ്. പക്ഷെ 8 മണി തൊട്ട് ഓരോരുത്തരും കിടക്കാനും ഒക്കെ പോകുന്നു. അപ്പൊ അതിന്റെ സമയം കൊണ്ടാണ് നമ്മൾ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത്. ഒരാളോട് ഗുഡ് നൈറ്റ് പറയുന്നത് ആ ഒരു ടൈമും രീതിക്കും വെച്ചിട്ടാണ് ഗുഡ് നൈറ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പല സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ ഗ്രീറ്റിംഗ്സും പറയുന്നത്. പിന്നെ അതിന്റെ സമയങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓരോ ഗ്രീറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലാണെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ സുപ്രഭാതം. ഇപ്പൊ നമ്മൾ വാക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ സുപ്രഭാതം പറയും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്. ആ ഒരു രീതിക്കാണ് ഗുഡ് മോർണിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എന്താ ഉച്ചക്കത്തെ യൂഷ്വലി അതാരും അങ്ങനെ പറയത്തില്ല. നല്ലൊരു ഉച്ച സമയമാണ്. അപ്പൊ മധ്യസമയം. അപ്പൊ നമ്മൾ ആരും അങ്ങനെ യൂഷ്വലി ആ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ പറയത്തൊന്നുമില്ല അങ്ങനെ. എന്തായാലും ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർമലി ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയും. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ആക്ച്വലി ആരും ഇത് പറയാറില്ല. അപ്പൊ ഇതൊരു ഗുഡ് ആഫ്റ്റർനൂണിന്റെ ഒരു ഉച്ച സമയം അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഗുഡ് ഈവനിങ് എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സന്ധ്യ നേരുന്നു എന്നൊക്കെ പറയാം. നമുക്ക് നല്ലൊരു
ഡേ. നല്ലൊരു ഈവനിങ് വെച്ചാൽ ഓരോരുത്തർ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നവരാണെങ്കിൽ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങുക, പാർക്കിലേക്ക് പോവുക, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. സോ ആ സമയത്തൊക്കെയാണ് നമ്മൾ ശരിക്കും ഗുഡ് ഈവനിങ് വരുന്നത്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ശുഭരാത്രിയാണ്. നമ്മൾ രാത്രി എല്ലാവരും ശുഭരാത്രി എന്നൊക്കെ പറയാറുണ്ട്. യൂഷ്വലി നമ്മൾ കൂടുതലായിട്ടും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റുമാണ് കൂടുതലും നമ്മൾ പറയാറായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാം, കിടക്കാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ് പറയാം. ഈ രണ്ട് കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ വന്നിട്ട് ഈ ഗുഡ് മോർണിംഗ് തന്നെ വന്നിട്ട് എന്തോ അതിലിപ്പോ നമുക്ക് ഇല്ലാതെ വെച്ചാൽ ഗുഡ് ബൈ. പിന്നെ നമുക്ക് ഒരു ഇത് വരുന്നത് ഗുഡ് ബൈ ആണ് കേട്ടോ. ഗുഡ് ബൈ എന്ന് വെച്ചാലും ഹാവ് എ ഗുഡ് ഈവനിങ്, സീ യു ടുമോറോ. ഇപ്പൊ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് അവരുടെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന നേരത്തെ നമ്മൾ ഗുഡ് ബൈ ബൈ പറയുന്നത്. ബൈ, സീ യു ടുമോറോ എന്നൊക്കെ പറയും. നമുക്ക് നാളെ വീണ്ടും കാണാം, വീണ്ടും കണ്ടുമുട്ടാം എന്ന രീതിയിലാണ് നമ്മൾ അത് പറയുന്നത്. ബൈ, സീ യു എഗെയിൻ ടുമോറോ. എന്നുവെച്ചാൽ നമ്മൾ ദിവസം കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓരോ നാളെ കാണാന്ന് പറയും. ഓക്കെ, അപ്പം ഫിനിഷിങ് ദി വർക്ക് നമ്മൾ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. പിന്നെ ഹാവ് എ ഗുഡ് വീക്കെൻഡ്, സീ യു ഓൺ മൺഡേ. ഇപ്പോൾ വീക്കെൻഡ് ഒക്കെ വരാം. ഇപ്പൊ സാറ്റർഡേ, ഫ്രൈഡേ ഈവനിങ്ങിലാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ നമ്മൾ പറയും ഹാവ് എ ഗുഡ് വീക്കെൻഡ്. അപ്പൊ ശനി ഞായറും അവധിയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയും. ഓക്കെ, ഫ്രൈഡേ സാറ്റർഡേ ലീവ് ആണെങ്കിൽ, സാറ്റർഡേ സൺഡേ ലീവ് ആണെങ്കിലാണ് നമ്മൾ ഫ്രൈഡേ നൈസ് വീക്കെൻഡ് എന്നൊക്കെ നമ്മൾ പറയാറ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രീറ്റിംഗ്സ് വന്നിട്ട് രണ്ട് രീതിയിലാണ് വരുന്നത്. ഫോർമലും വരും, ഇൻഫോർമലും വരും. അപ്പൊ നമുക്ക് ഫോർമൽ എന്താണെന്നാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർമൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താ ഫോർമലും നമ്മളിപ്പോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഒക്കെ തന്നെയാ പറയാ. അതിന് കൂടെ നമ്മളിപ്പോ സാറുമാരോ മേഡം ആണെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മേഡം, അങ്ങനെയൊക്കെ നമ്മൾ ഒരു റെസ്പെക്റ്റോട് കൂടി കുറച്ച് പൊളൈറ്റ് ആയിട്ട് പറയും നമ്മൾ ഫോർമൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ വീട്ടിലാണെങ്കിൽ തന്നെ ഗുഡ് മോർണിംഗ് മമ്മ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഡാഡ് എന്നൊക്കെ നമ്മൾ ഇത് ഗുഡ് മോർണിംഗ് ഗ്രാൻഡ് പാ, ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്മ, അങ്ങനെയൊക്കെ നമ്മൾ യൂഷ്വലി കോമൺ ആയിട്ട് പറയുന്നതാണ് നമ്മൾ ഗുഡ് മോർണിംഗ്. ഫോർമൽ ആയിട്ടും കുറച്ച് പൊളൈറ്റ് ആയിട്ടും. ഇപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് പൊളൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ നമ്മളിപ്പോ കുറച്ച് റെസ്പെക്ട് കൊടുത്ത് പറയുന്നവരോട് ആണ് നമ്മൾ കുറച്ച് നമുക്കിപ്പോ കുറച്ച് റെസ്പെക്ട് കൊടുത്ത് പറയണമെങ്കിൽ നമ്മൾ കുറച്ച് പൊളൈറ്റ് ആയിട്ടൊക്കെ അവരോട് പറയും. അതായത് ഇപ്പൊ ഓഫീസിൽ പറയാറുണ്ട് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സാർമാരെ മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഇതുപോലെ ഫോർമൽ ആയിട്ട് പറയാറുണ്ട്. അവർക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോർമൽ ഗ്രീറ്റിംഗ്സ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, പിന്നെ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് വരുന്നത് അതിപ്പോ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിക്കോട്ടെ, അവരോടൊക്കെയാണ് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് പറയാം. ഇൻഫോർമൽ വെച്ചാൽ നമ്മൾ അതിലും ഹായ്, പിന്നെ ഹലോ അങ്ങനെയൊക്കെയാണ് പറയുക. ജസ്റ്റ് ഹായ് ഹലോ എന്നൊക്കെ പറയും. ഓക്കെ, സോ അപ്പൊ അതാണ് അതിൽ അങ്ങനെയാണ് വരുന്നത്. ഹായ് ഹലോ, ഹൗ ആർ യു, അങ്ങനെയൊക്കെ നമ്മൾ കോമൺലി ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ചോദിക്കുവാണെങ്കിലും കോമൺലി വരുമ്പോഴത്തേക്കും ഹായ് എന്ന് പറയും നമ്മൾ. ഹായ് ഹലോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പേര് എടുത്താ പറയാം. ഇപ്പൊ ഹായ് അശ്വതി, ഹലോ അശ്വതി, അങ്ങനെയൊക്കെ നമ്മൾ പേരെടുത്തിട്ട് ഹലോയുടെ കൂടെ പേരും കൂടി ചേർത്ത് പറയും. പക്ഷെ ഇൻഫോർമൽ വരുമ്പോൾ നമ്മൾ അങ്ങനെ പറയത്തില്ല. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡാ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹായ് ഡാ, ഹലോ ഡാ, അങ്ങനെയൊക്കെ. അപ്പോൾ ഡാ വെച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതാണ് ഇൻഫോർമൽ. ഇൻഫോർമൽ അത്ര പൊളൈറ്റ്നെസ് കുറവാണ്. അപ്പൊ നമ്മൾ പറയേണ്ട ആൾക്കാരോട് മാത്രമേ പറയത്തുള്ളൂ നമ്മളത്. ഓക്കെ, ഫോർമൽ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബഹുമാനം ഉള്ള ആൾക്കാരോടൊക്കെ നമ്മൾ അത് പറയാറുണ്ട്. കുറച്ച് പൊളൈറ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതാണ് ഫോർമലും ഇൻഫോർമൽ. യൂഷ്വലി നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. നൈസ് ടു മീറ്റ് യു, ആ രീതിയിലൊക്കെയാണ് അത് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ നോക്കിയത് ഗ്രീറ്റിംഗ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗുഡ് ഡേ, നൈസ് ഡേ ടു മീറ്റ് യു, അതൊക്കെ നമ്മൾ ഫോർമലിലും പറയാൻ നല്ലൊരു ദിവസം നേരുന്നു എന്ന രീതിയിൽ കുറച്ച് പൊളൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോർമൽ ആണ്. പൊളൈറ്റ്നെസ് കുറഞ്ഞാൽ ഇൻഫോർമൽ ആണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ, ഗ്രീറ്റിംഗ്സിന്റെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് അപ്പൊ ഇതിന്റെ ക്ലാസ് ഞാൻ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂണിന്റെ ക്ലാസ്സും പിന്നെ അല്ലാതെ തന്നെ സ്റ്റാർട്ടിങ്ങിലും ഞാൻ ഇതുപോലെ ഗ്രീറ്റിംഗ്സിന്റെ ഒരു ക്ലാസ്സും ഇട്ടിട്ടുണ്ട്. ഇതേപോലത്തെ സമയമൊക്കെ പറഞ്ഞിട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ട്, പുതിയ ആൾക്കാരുണ്ട്, സോ അവർക്കൊക്കെ കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതെന്തുവാ ഗ്രീറ്റിംഗ്സ് എന്ന് അറിയാത്തത് കൊണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും എന്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഞാനിപ്പം ഒരു മോട്ടിവേഷന്റെ ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഞാനിപ്പോ ഒരു എന്താ എന്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ആണ് ഞാൻ ഈ ക്ലാസ് ഇരുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ട്, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ട്, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈയും ഒക്കെ ഞാൻ അപ്പം തന്നെ ഇട്ട് തരാം. ഓക്കെ, നിങ്ങൾക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്പർ വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പൊ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ലിങ്ക് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതായിരിക്കും. ക്ലാസ് വന്നിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. അത് വാട്സപ്പ് നമ്പറാണ്. അപ്പൊ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് അപ്പൊ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാം. അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.